കോഴിക്കോട് CPIM അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് അവസാനിച്ചു. ജില്ലയിൽ നടന്ന വ്യാപകമായ ED റെയ്ഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം. ടി വീണയുമായി സാമ്പത്തിക ഇടപാടില്ലെന്ന് പി നിഖിൽ യോഗത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. റിയാസ് കെമാർ ഉണ്ട് വിവരങ്ങളുമായി. റിയാസ്, എന്തായാലും EDയുടെ റെയ്ഡിന്റെ പശ്ചാത്തലത്തിൽ ചേർന്ന CPIMന്റെ അടിയന്തര ജില്ലാ സെക്രട്ടേറിയറ്റ് അവസാനിച്ചിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത്? എന്തെല്ലാമാണ് തീരുമാനങ്ങൾ? AMR എക്സാലോജിക്ക് കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ വ്യാപകമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് കോഴിക്കോട് ജില്ലയിൽ നടന്നിരുന്നു. മുൻ മന്ത്രി PA മുഹമ്മദ് റിയാസുമായി ബന്ധമുള്ള ആളുകളുടെ 8 ഇടങ്ങളിലാണ് ഇന്നലെ റെയ്ഡ് നടന്നിരുന്നത്. അതിന് പിന്നാലെയാണ് ഇന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തര യോഗം ചേർന്നത്. ഇതിൽ പ്രധാനമായും ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ട് പാർട്ടി സ്വീകരിക്കേണ്ട നിലപാടുകളാണ് ചർച്ച ചെയ്തത്. അതിൽ തന്നെ ഈ റെയ്ഡിന് വിധേയരായവരിൽ CPIMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ P നിഖിലുമുണ്ട്. അതുകൊണ്ട് തന്നെ നിഖിലിന് ഈ വിഷയത്തിൽ പാർട്ടി നിയമപരമായി ഈ വിഷയം നേരിടുമ്പോൾ തന്നെ രാഷ്ട്രീയപരമായും ഇതിനെ പ്രതിരോധിക്കാനുള്ള സംവിധാനം ഒരുക്കും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് P നിഖിൽ ഇന്ന് ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ കൃത്യമായി വിശദീകരിച്ചു. കാരണം പാർട്ടി നിഖിലോട് വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് നിഖിൽ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിൽ വ്യക്തമാക്കിയിരിക്കുന്നത് കേസിലെ 6ാം പ്രതിയും ഒപ്പം തന്നെ 6ാം പ്രതിയായിട്ടുള്ള വീണ തൈക്കണ്ടിയുമായി തനിക്ക് സാമ്പത്തികമായി ഒരു ഇടപാടും ഇല്ല എന്നുള്ളതാണ്. അവരുമായി ബന്ധപ്പെട്ടത് PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യ എന്ന രീതിയിൽ, സുഹൃത്തായിട്ടുള്ള PA മുഹമ്മദ് റിയാസിന്റെ ഭാര്യ എന്ന രീതിയിലുള്ള ബന്ധമാണ് അവരുമായിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് സാമ്പത്തികമായി മറ്റൊരു ഇടപാടുകളും ബിസിനസ് സംബന്ധമായിട്ട് ഇല്ല എന്നുള്ളതാണ്. ഈ നേരത്തെ വീണയ്ക്ക് ഷെയറുള്ള ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയുടെ ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അവരുടെ ഡയറിയിൽ നിന്ന് ഇടിക്ക് ലഭിച്ചിരുന്നു. അതിലാണ് P നിഖിൽ അടക്കമുള്ളവരുടെ വിശദാംശങ്ങൾ ഉണ്ടായിരുന്നത്. തുടർന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ പിന്നാലെയാണ് ഇന്ന് CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അടിയന്തര യോഗം ചേരുകയും ഈ വിഷയം നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളത്. ശരി, വ്യക്തമാണ്. റിയാസ് കെമാറാണ് വിവരങ്ങൾ നൽകിയത്.